Okay, welcome back once again. Symmetry and Group Theory part 5 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് സിമെട്രി എലമെന്റ്സിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ സിമെട്രി എലമെന്റ്സിനെ കുറച്ചുകൂടി മാത്തമാറ്റിക്കലായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗ്രൂപ്പ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലിസൺ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഗ്രൂപ്പ് തിയറി. വാട്ട് ഈസ് എ മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ്? ഒരു മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി എ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് കോൾഡ് എലമെന്റ്സ് ഓർ മെമ്പേഴ്സ് which are related to each other by certain rules. Okay, അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. നമ്മൾ അതിനെ എലമെന്റ്സ് ഓഫ് മെമ്പേഴ്സ് എന്ന് വിളിക്കാം. ദാറ്റ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ബൈ certain റൂൾസ്. പ്രധാനമായിട്ടും 4 റൂൾസ് ഈ മെമ്പേഴ്സ് ഒബേ ചെയ്യണം. ഒന്നാമത്തത് ക്ലോഷർ റൂളാണ്, രണ്ടാമത്തത് ഐഡന്റിറ്റി റൂളാണ്, മൂന്നാമത്തത് അസോസിയേറ്റീവ് റൂൾ ആണ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻവേഴ്സ് റൂൾ. അങ്ങനെ 4 റൂൾസ് ഒബേ ചെയ്യണം. നമുക്ക് ഓരോ റൂൾസ് നോക്കാം. അതിനു മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പിൽ, നമ്മുടെ ഗ്രൂപ്പിൽ സിമെട്രി ഗ്രൂപ്പാണ്. നമ്മൾ തന്നെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ആരാണ്? സിമെട്രി എലമെന്റ്സ് ആയിരിക്കും. മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? സിമെട്രി എലമെന്റ്സ് ആണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ്. സിമെട്രി എലമെന്റ്സ് അതായത് ഒരു മോളിക്യൂളിന്റെ എല്ലാ സിമെട്രി എലമെന്റ്സും കൂടി ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു. ഓക്കെ, അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് സിമെട്രി എലമെന്റ്സ് ഫോംസ് എ മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ്. ഇറ്റ് ഒബേസ് ദീസ് 4 rules, that is closure rule, associative rule, inverse rule and identity rule. ഓക്കെ, അതായത് ഒരു സെറ്റ് ഓഫ് സിമെട്രി എലമെന്റ്സ് ക്യാരക്ടറൈസ് എ പെർട്ടിക്കുലർ മോളിക്യൂൾ. അപ്പൊ നമ്മൾ അതിനെ ഒരു ഗ്രൂപ്പ് ആകും. അത് മാത്രമല്ല, അത് അതേപോലുള്ള കുറെ മോളിക്യൂൾസ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സിമെട്രി എലമെന്റ്സ് വരുന്ന കുറെ മോളിക്യൂൾസ് ഉണ്ടാകും. ആ മോളിക്യൂളിലൊക്കെ നമ്മൾ ഒരു സിമെട്രി ഗ്രൂപ്പ് ആയിട്ട് എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അതിനാണ് പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ്, ബോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. സിമെട്രി ഈസ് വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഓഫ് എ മോളിക്യൂൾ. അപ്പൊ നമ്മൾ അതിനെ സിമെട്രിയുടെ ക്യാരക്ടറൈസ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് മോളിക്യൂൾ ഹാവിംഗ് എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സിമെട്രി എലമെന്റ്സ് ആർ ക്ലാസ്ഡ് ഇൻ ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഓക്കെ, ഈ ഗ്രൂപ്പിനെ നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കാനുള്ള കാരണം, ഈ സിമെട്രി എലമെന്റ്സിന്റെ ഒരു പ്രത്യേകത, ഓൾ സിമെട്രി എലമെന്റ്സ് പാസ് ത്രൂ എ കോമൺ പോയിന്റ്, and that is the center of gravity of the molecule, which is not shifted by any of the symmetry operation. ആ പോയിന്റ് ഈ സിമെട്രി എലമെന്റ്സ് നടത്തിയാൽ ആ പോയിന്റ് മാത്രം അൺഷിഫ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിമെട്രി ഗ്രൂപ്പിനെ എന്ത് വിളിക്കുന്നത്? പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. പോയിന്റ് ഗ്രൂപ്പ്, ബിക്കോസ് ഓൾ സിമെട്രി എലമെന്റ്സ് പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ് ദാറ്റ് ഈസ് അൺഷിഫ്റ്റഡ് ഡ്യൂറിംഗ് ദി സിമെട്രി ഓപ്പറേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ആ റൂൾസ് എന്തൊക്കെയാ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ റൂളാണ് ക്ലോഷർ റൂൾ. ക്ലോഷർ റൂൾ പറയുന്നത്, ദി പ്രോഡക്റ്റ് ഓഫ് എനി 2 elements and the square of any element in a group is also an element in the group or should be an element in the group. അതായത് 2 എലമെന്റ്സിന്റെ പ്രോഡക്റ്റ്, അതുപോലെ ഓരോ എലമെന്റിന്റെയും സ്ക്വയേഴ്സും ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആയിരിക്കണം. അതായത് ഇപ്പോ 2 എലമെന്റ് വിചാരിക്കുക. എ എന്ന് പറയുന്ന എലമെന്റ്, ബി എന്ന് പറയുന്ന ഒരു വേറെ എലമെന്റ്. ഓക്കെ, ഒരു ഗ്രൂപ്പിലുള്ള 2 എലമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് എ ബി എടുക്കുകയാണ്. പ്രോഡക്റ്റ് എ ബി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബി എന്ന് പറയുന്ന സിമെട്രി ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ എ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, റൈറ്റ് ടു ലെഫ്റ്റ് ഓർഡറിലാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ കിട്ടുന്ന കോൺഫിഗറേഷൻ സി എന്ന് പറയുന്ന സിമെട്രി എലമെന്റ് സിംഗിൾ ആയിട്ട് ചെയ്യുന്നതിന് തുല്യമാണെങ്കിൽ നമ്മൾ എഴുതും എ ബി ഈക്വൽ ടു സി എന്ന് എഴുതും, അല്ലേ? ഓക്കെ, അപ്പൊ അതായത് ബി ചെയ്തിട്ട് എ ചെയ്യുന്നത് എന്തിനു തുല്യ? സി ഒറ്റക്ക് ചെയ്യുന്നതിന് തുല്യ. അപ്പൊ എ ബി ഈക്വൽ ടു സി ആണ്. അപ്പൊ ഈ സി എന്ന് പറയുന്ന എലമെന്റും ഈ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരിക്കണം.
ഇനി ബി എ ഈസ് ഈക്വൽ ടു ചിലപ്പോൾ സി ആവാം. അങ്ങനെ സി തന്നെയാണെങ്കിൽ നമ്മൾ പറയും എ ആൻഡ് ബി കമ്മ്യൂട്ട് ഈച്ച് അതർ. ഓക്കെ, പക്ഷെ എല്ലാപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ എന്താവാം, ബി എ ഈസ് ഈക്വൽ ടു ഡി ആവാം, വേറെ എലമെന്റ് ആവാം. അങ്ങനെയാണെങ്കിൽ ഈ ഡിയും ആ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരിക്കണം. അതായത് എ ബി ഈക്വൽ ടു സി ആണെങ്കിൽ സി ഓൾസോ ഷുഡ് ബി ആൻ എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ്. ഇനി ബി എ ഈക്വൽ ടു സി ആണെങ്കിൽ കുഴപ്പമില്ല. ബി എ ഈസ് ഈക്വൽ ടു ഡി ആണെങ്കിൽ വേറെ എലമെന്റ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നിരിക്കാം. അപ്പൊ അങ്ങനെയാണ് വേറെ എലമെന്റ് ആയിരിക്കുമല്ലോ, ഡി ആയിരിക്കുമല്ലോ. ആ ഡി എന്ന് പറയുന്ന എലമെന്റും ആ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരിക്കണം. ക്ലിയർ അല്ലേ? സംശയമുണ്ടോ? ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സും കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ, ജസ്റ്റ് ഇവിടെ ഓർത്ത് വെക്കുക, അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് അബിലിയൻ ഗ്രൂപ്പ്. അബിലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ദ എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് ആർ കമ്മ്യൂട്ടേറ്റീവ്. ഏതെങ്കിലും രണ്ടെണ്ണം പോരാ, ഓൾ ദ എലമെന്റ്സ് ഷുഡ് കമ്മ്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ അബിലിയനും. ഓക്കെ, ഏതെങ്കിലും എലമെന്റ്സ് കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ നമ്മൾ അതിനെ നോൺ അബിലിയൻ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. എ ബി രണ്ട് എലമെന്റ് ആണെങ്കിൽ എ ബി ഈക്വൽ ടു സി ആണെങ്കിൽ സി ഓൾസോ ഷുഡ് ബി ആൻ എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ്. ഇനി ബി എ ഈസ് ഈക്വൽ ടു ഡി ആണെങ്കിൽ ഡി ഓൾസോ ഷുഡ് ബി ആൻ എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ്. ക്ലിയർ ആണല്ലോ? അതേപോലെ അതിന്റെ സ്ക്വയർ, ഇപ്പൊ എ സ്ക്വയർ അല്ലെ, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ആണെങ്കിൽ ഈ എഫ് എന്നിരിക്കണം ആ ഗ്രൂപ്പിൽ ഒരു എലമെന്റ് ആയിരിക്കണം. അതേപോലെ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ആണെങ്കിൽ ജി ഓൾസോ ഷുഡ് ബി ആൻ എലമെന്റ് ഇൻ ദി ഗ്രൂപ്പ്. അപ്പൊ ഏത് രണ്ട് എലമെന്റിന്റെ പ്രോഡക്റ്റും ഓരോ എലമെന്റിന്റെയും സ്ക്വയറും ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ ടേക്ക് വാട്ടർ മോളിക്യൂൾ ആസ് എക്സാമ്പിൾ. വാട്ടർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. വാട്ടറിലുള്ള സിമെട്രി എലമെന്റ്സ് നമുക്കറിയാം, ഈ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. പിന്നെ നല്ല വാട്ടർ മോളിക്യൂളില് C2 ഉണ്ടാവും. സിഗ്മ വി എന്ന് പറയുന്നത് എക്സ് പ്ലെയിൻ ആണ്. പിന്നെ സിഗ്മ വി ഡാഷ് അത് YZ പ്ലെയിൻ ആണ്. ഇത്രയും സിമെട്രി എലമെന്റ്സ് ഉണ്ട് വാട്ടർ മോളിക്യൂളിന്. അപ്പൊ ഞാന് പ്രോഡക്റ്റ് C2 ഇൻറ്റു സിഗ്മ വി പരിഗണിക്കുകയാണ്. നോക്കാം നമ്മള് C2 ഇൻറ്റു സിഗ്മ വി എന്താ നോക്കാം. നമ്മൾ ആദ്യം C2 ഇൻറ്റു സിഗ്മ വി എന്ന് പറയുന്നത് ആദ്യം എന്താ ചെയ്യുക? സിഗ്മ വി ചെയ്യണം, പിന്നെ C2 ചെയ്യണം. നോക്കാം, ഞാൻ ഹൈഡ്രജൻസിനെ 1, 2 എന്ന് മാർക്ക് ചെയ്തു. ഐ എം ഡൂയിങ് C2. ആദ്യം ഏതാ ചെയ്യേണ്ടത്? സിഗ്മ വി XZ ആണ്. ഇതാണ് ആക്സിസ്, ഇത് Z ആക്സിസ്, ഇത് Y ആണ്, ഇതാണ് X. അപ്പോൾ XZ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ആണ്. ഓക്സിജന്റെ സെന്ററിലൂടെ ഈ രണ്ട് ഹൈഡ്രജന്റെ നടുക്കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ് ഇത് സിഗ്മ വി XZ. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്ലെയിൻ വെച്ച് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ 1 and 2 എന്ത് ചെയ്യും? ഹൈഡ്രജൻസ് 1 and 2 എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഇവിടെ എന്ത് വരും? 1 വരും. ഓക്കെ, നൗ ഐ എം ഡൂയിങ് C2 ചെയ്യാണ്. ഡൂയിങ് C2 Z ആക്സിസിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ C2 ആക്സിസ് റൊട്ടേറ്റിംഗ് ബൈ 180 ഡിഗ്രി. അപ്പൊ അഗൈൻ 2 and 1 എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ കിട്ടുന്ന കോൺഫിഗറേഷൻ ഇങ്ങനെ ഉണ്ടാവും. അഗൈൻ 1 become here, 2 become here. And this is equal to, that is സിഗ്മ വി ചെയ്തിട്ട് C2 ചെയ്യുന്നത്, അതായത് C2 ഇൻറ്റു സിഗ്മ വി എന്ന് പറയും. ദിസ് ഈസ് ഈക്വൽ ടു എന്തിനു തുല്യ? ഇത് ഡയറക്റ്റ് ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫസ്റ്റ് കോൺഫിഗറേഷൻ മൂന്നാമത്തേക്ക് ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സിഗ്മ വി YZ ചെയ്യണം. ഇതാണ് സിഗ്മ വി YZ പ്ലെയിൻ. സിഗ്മ വി YZ പ്ലെയിൻ ആണിത്, ഈ പ്ലെയിൻ മോളിക്കുലർ പ്ലെയിൻ. ആ സമയത്ത് ഈ 1 and 2 അവിടെ തന്നെ ഉണ്ടാവും, ചേഞ്ച് ചെയ്യൂല. അപ്പൊ ഇത് തന്നെ കിട്ടും എന്ന് പറയാം. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ വി YZ എന്ന് പറയാം. C2 ഇൻറ്റു സിഗ്മ വി എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ വി ഡാഷ് ആണ്. സിഗ്മ വി ഡാഷ് എന്ന് പറഞ്ഞാൽ സിഗ്മ വി YZ ആണ്. അപ്പൊ അതേതാണ്? ഈ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെ ആയിരിക്കണം എന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? ഇനി ഇതിന്റെ റിവേഴ്സ് നോക്കാം. നമ്മള് ഇത് നോക്കാം, അതായത് സിഗ്മ വി ഇൻറ്റു C2 സെറ്റ് ചെയ്ത് നോക്കാം. അത് ആദ്യം C2 സെറ്റ് ചെയ്തിട്ട് പിന്നെ സിഗ്മ വി ചെയ്താൽ എന്താ കിട്ടുക? ഓക്കെ, അപ്പൊ ആദ്യം നമ്മള്
C2 ചെയ്തിട്ട് പിന്നെ സിഗ്മ വി നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ C2Z. അപ്പൊ ഇതാണ് നമ്മളെ ആക്സിസ്, C2Z ആക്സിസ്. അപ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1 and 2 എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് 2 become here and 1 become here. ഇനി എന്ത് ചെയ്യുക? സിഗ്മ വി എന്ന് പറഞ്ഞാൽ സിഗ്മ വി XZ ആണ്. ഓക്കെ, സിഗ്മ വി XZ അതേതാ പ്ലെയിന്? സിഗ്മ വി XZ പ്ലെയിന് ഈ പ്ലെയിൻ ആണ്. ഇതാണ് സിഗ്മ വി XZ പ്ലെയിൻ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? 1 and 2 എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. ഇത് 1 ആവും, ഇത് 2 ആവും. ഇത് ഡയറക്റ്റ് നമുക്ക് ഈ ഒന്നാമത്തിൽ നിന്ന് മൂന്നാമത്തെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സിഗ്മ വി YZ ചെയ്താൽ മതി. അത് ഇതാ പ്ലെയിന് സിഗ്മ വി YZ. സിഗ്മ വി YZ ചെയ്യുമ്പോൾ ഈ പ്ലെയിന് മോളിക്കുലർ പ്ലെയിൻ ആയതുകൊണ്ട് ഈ 1 and 2 അവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ വി YZ. സിഗ്മ വി YZ എന്ന് പറഞ്ഞാൽ സിഗ്മ വി ഇൻറ്റു C2Z ഈസ് ഈക്വൽ ടു സിഗ്മ വി ഡാഷ് ആണ്. അപ്പൊ കണ്ടില്ലേ, C2 ഇൻറ്റു സിഗ്മ വിയും സിഗ്മ വി ഡാഷ് ആണ്, സിഗ്മ വി ഇൻറ്റു C2Z സിഗ്മ വി ഡാഷ് ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? C2 ആൻഡ് സിഗ്മ വി ആർ കമ്മ്യൂട്ടേറ്റീവ്. അത് മാത്രമല്ല, ഈ വാട്ടറിന്റെ കേസിൽ ഈ എല്ലാ സിമെട്രി എലമെന്റ്സും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് വാട്ടർ മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പ് അബിലിയാണ്. അതിന്റെ ഗ്രൂപ്പിന്റെ പേര് C2V എന്നാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. എങ്ങനെയാണ് അതിന്റെ പേര് കൊടുക്കുന്നതൊക്കെ പിന്നീട് പഠിക്കാം. എന്തായാലും അബിലിയൻ പോയിന്റ് ഗ്രൂപ്പാണ് ആരത്? വാട്ടറിൻ്റെത്. അപ്പൊ ഇതാണ് ക്ലോഷർ റൂള്. പക്ഷെ എല്ലാ കേസിലും ഇങ്ങനെ കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നില്ല. ചില കേസിൽ എന്തായിരിക്കും? നോൺ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ കേസ് നമ്മള് BF3 എടുക്കുക. 1, 2, 3 എന്ന് മാർക്ക് ചെയ്യുന്നു. BF3 വരുന്ന സിമെട്രി എലമെന്റ്സ് കുറെ ഉണ്ട്. C3 ഉണ്ട്, C3-2 ഉണ്ട്, സിഗ്മ H ഉണ്ട്, സിഗ്മ വി ഡാഷ്, സിഗ്മ വി ഡബിൾ ഡാഷ്, അതേപോലെ സിഗ്മ D ഉണ്ട്, അത് 3 ഉണ്ട്. 3 സിഗ്മ Ds ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കുറെ എലമെന്റ്സ് ഉള്ള ഒരു പോയിന്റ് ഗ്രൂപ്പാണ് ആയത്? BF3ന്റെ. നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം നോക്കാം. നമ്മൾ ആദ്യം C3 ചെയ്യുന്നു. ഏതാ നമ്മുടെ C3 ആക്സിസ്? ഇതല്ലേ C3 ആക്സിസ്. അപ്പൊ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 1 ഇവിടെ എത്തും, 3 ഇവിടെ എത്തും, 2 ഇവിടെ എത്തും. അപ്പൊ നമ്മുടെ കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോ 1 ഇവിടെ എത്തി, ഇവിടെ 3 എത്തും, ഇവിടെ എത്തും, 2 എത്തും. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സിഗ്മ വി ചെയ്യുക. സിഗ്മ വി എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ഫ്ലോറിലൂടെ പാസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒന്നാമത്തെ ഫ്ലോറിന് ഇപ്പൊ രണ്ടാമത്തെ ഫ്ലോറിനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും സിഗ്മ വി എന്ന് പറയുന്ന പ്ലെയിന് ഈ പ്ലെയിൻ തന്നെയാണ്. അപ്പൊ ഈ ഫ്ലോറിൽ അവിടെ തന്നെ ഉണ്ടാവും. ഇത് രണ്ടും എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ കോൺഫിഗറേഷൻ വരിക എങ്ങനെയാണ്? ഇങ്ങനെ വരും. ദിസ് ഈസ് 2 ഇവിടെ തന്നെ ഉണ്ട്. 1 and 3 എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ഇത് 3, ഇത് 1 ആവും. ഇനി ഈ ഡയറക്റ്റ് ഇതാക്കാൻ ഏത് ഓപ്പറേഷൻ ചെയ്താൽ മതി? എന്നാലോചിച്ച് നോക്ക്. ഇതും കമ്പയർ ചെയ്യാം. ഏതാ ഫിക്സ് ചെയ്ത് നിൽക്കുന്നത്? 3 അല്ലേ? അപ്പൊ 3 പാസ് ചെയ്യുന്നൊരു പ്ലെയിന് പരിഗണിച്ചാൽ, പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ 3 അവിടെ ഉണ്ടാവും. 1 and 2 എക്സ്ചേഞ്ച് ചെയ്യും. ഈ 3 പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ് സിഗ്മ വി ഡബിൾ ഡാഷ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ്? C3 ഇൻറ്റു സിഗ്മ വി. അപ്പൊ ആദ്യം C3 ചെയ്ത്, അപ്പൊ C3 ഇൻറ്റു സിഗ്മ വി എന്നുള്ളത് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ വി ഡബിൾ ഡാഷ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കുക. അതായത് സിഗ്മ വി ചെയ്തിട്ട് C3 ചെയ്ത് നോക്കുക. എന്താ കിട്ടാൻ നോക്കുക. ഓക്കെ, ആദ്യം നമ്മൾ സിഗ്മ വി ചെയ്യുന്നു. ഫസ്റ്റ് സിഗ്മ വി ചെയ്യാം. ഏതാ സിഗ്മ വി പ്ലെയിൻ? ഒന്നാമത്തെ കാർബണിലൂടെ, ഒന്നാമത്തെ Fലൂടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ F അവിടെ നിൽക്കും. 2 and 3 എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. ഓക്കെ, 1 ഇവിടെ തന്നെ ഉണ്ട്. 2 and 3 എക്സ്ചേഞ്ച് ചെയ്ത് 2 ആവും, ഇത് 3 ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? C3 ചെയ്യാം. നൗ ഡൂയിങ് C3 ചെയ്യുന്നു. C3Z. അപ്പൊ നമ്മുടെ C3 ആക്സിസ് ഇതാണ്. റൊട്ടേറ്റിംഗ് ബൈ കൗണ്ടർ ക്ലോക്ക് വൈസ് ബൈ 120 ഡിഗ്രി. അപ്പൊ ഈ 1 ഇവിടെ എത്തും, ഈ 2 ഇവിടെ എത്തും, ഈ 3 ഇവിടെ എത്തും.
സോറി ഓക്കെ. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ കിട്ടുക? കിട്ടുന്ന കോൺഫിഗറേഷൻ യെസ് ഓക്കെ. അപ്പോ ഇവിടെ 1 എത്തി, ഇത് 2 ആയി, ഇത് 3 ആയി. ഇനി ഡയറക്റ്റ് ഇത് ഇവിടുത്തെ എന്താ ചെയ്യേണ്ടത്? ആലോചിക്കുക. ഇവിടെ ഏതാ ഫിക്സ് ചെയ്തിട്ടുള്ളത്? 2 ഫിക്സ്ഡ് ആണ്. അപ്പൊ രണ്ടാമത്തെ കാർബണിലൂടെ പാസ് ചെയ്യുന്ന ഈ പ്ലെയിന്റെ പേരേതാ? സിഗ്മ വി ഡാഷ് ആയിരിക്കും. അപ്പൊ ദിസ് ഈസ് സിഗ്മ വി ഡാഷ് എന്ന് പറഞ്ഞാൽ C3 ഇൻറ്റു സിഗ്മ വി എന്ന് പറയുന്നത് സിഗ്മ വി ഡാഷ് ആണ്. അപ്പൊ സിഗ്മ വി ഇൻറ്റു C3 എന്ന് പറഞ്ഞാൽ സിഗ്മ വി ഡബിൾ ഡാഷും C3 ഇൻറ്റു സിഗ്മ വി എന്ന് പറയുന്നത് സിഗ്മ വി ഡാഷ് ആണ്. അത് രണ്ടും ഈയിലെ മെമ്പറാണ്. സിഗ്മ വി ഡാഷ് ഇവിടെ ഉണ്ട്, സിഗ്മ വി ഡബിൾ ഡാഷ് ഇവിടെ ഉണ്ട്. ആ ഗ്രൂപ്പിലെ മെമ്പറാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ക്ലോഷർ റൂള് ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ കമ്മ്യൂട്ടേറ്റീവ് അല്ല. നേരത്തെ വാട്ടറിന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു, ഇവിടെ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ. അപ്പൊ ഇതാണ് ക്ലോഷർ റൂള്. അതായത് ഏത് രണ്ട് എലമെന്റിന്റെയും പ്രോഡക്റ്റ് ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആയിരിക്കണം. അതേപോലെ സ്ക്വയറും നമുക്ക് നോക്കാം. സ്ക്വയർ ഇപ്പൊ വാട്ടർ മോളിക്കൂൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. വാട്ടറിലുള്ള എലമെന്റ്സ് അഗൈൻ C2 സിഗ്മ വി ഡാഷ്. അതിന്റെ സ്ക്വയർ നോക്കിക്കോ. നമ്മൾ നോക്കുക, ഇന്റെ സ്ക്വയർ ഏതാ? ഇ തന്നെയല്ലേ? അത് ആ ഗ്രൂപ്പിലെ മെമ്പർ തന്നെയാണല്ലോ, കുഴപ്പമില്ല. C2ന്റെ സ്ക്വയർ എത്രയാ? ഇ ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് Cn ഇൻറ്റു എൻ ഈസ് ഈക്വൽ ടു ഇ ആണ്. അല്ലെങ്കിൽ C2 രണ്ട് തവണ ചെയ്യാൻ C2 എന്ന് പറഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നല്ലേ C2 അല്ലെ? C2 എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് ബൈ 180 ആ. അപ്പൊ C2 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡൂയിങ് നത്തിങ് ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പൊ C2 ഈസ് ഈക്വൽ ടു ഇ. അത് ഗ്രൂപ്പിലെ മെമ്പർ ആണ്. അതേപോലെ സിഗ്മ വിന്റെ സ്ക്വയർ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, സിഗ്മേന്റെ സ്ക്വയർ ഇ ആണ് അല്ലെ? അപ്പൊ അതും ഇയിൽ തന്നെ ഉണ്ട്. സിഗ്മ വി ഡാഷിന്റെ സ്ക്വയറും ഇ തന്നെയാ. സിഗ്മേന്റെ എല്ലാ സ്ക്വയറും ഇ ആ. അപ്പൊ എല്ലാ സ്ക്വയേഴ്സും ഈ ഗ്രൂപ്പിലെ മെമ്പർ തന്നെയാ. അപ്പൊ ആ സ്ക്വയർ എന്ന് പറയുന്നത് ക്ലോഷർ റൂളിൽ പെട്ടതാണ്. അതും ഇവിടെ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒക്കെ തന്നെ എന്ത് ചെയ്യും? ക്ലോഷർ റൂൾ എന്ത് ചെയ്യും? ഒബേ ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ഇനി രണ്ടാമത്തെ റൂൾ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ റൂളാണ് അസോസിയേറ്റീവ് റൂൾ. അതായത് ദി മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഷുഡ് ഒബേ ദി അസോസിയേറ്റീവ് റൂൾ ഓഫ് കോമ്പിനേഷൻ, അസോസിയേറ്റീവ് റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഇപ്പോ ABC 3 എലമെന്റ്സ് ആണെന്നിരിക്കാം. ഒരു ഗ്രൂപ്പിലെ 3 എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A ഇൻറ്റു BC ഈസ് ഈക്വൽ ടു AB ഇൻറ്റു C എന്ന് പറയുന്ന റൂൾ ഒബേ ചെയ്യണം. ഇതാണല്ലോ അസോസിയേറ്റീവ് റൂള്. ഓക്കെ, A ഇൻറ്റു BC ഈസ് ഈക്വൽ ടു AB ഇൻറ്റു C ആയിരിക്കും. ഇനി ശരിക്കും പറഞ്ഞാൽ സിമെട്രിയുടെ കേസിൽ ഈ BC എന്ന് പറയുന്ന ഓപ്പറേഷൻ D എന്ന് പറയുന്ന ഒരു എലമെന്റ് ആവാം. BC ചെയ്താൽ കിട്ടുന്നത് D ആവാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? A ഇൻറ്റു D ഈസ് ഈക്വൽ ടു, ഇനി A ഇൻറ്റു B ചെയ്താൽ കിട്ടുന്നത് F ആന്ന് വിചാരിക്കുക. അപ്പൊ A ഇൻറ്റു D ഈസ് ഈക്വൽ ടു F ഇൻറ്റു C ആയിരിക്കണം അർത്ഥം. ഓക്കെ, A ഇൻറ്റു D എന്ന് പറഞ്ഞാൽ BC ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് D. അപ്പൊ A ഇൻറ്റു D ചെയ്താല് AB എന്ന് പറഞ്ഞാൽ F ആന്നിരിക്കുക. AB ചെയ്താൽ കിട്ടുന്ന F എന്ന് പറയുന്ന എലമെന്റ് ആണെങ്കിൽ A ഇൻറ്റു D ഈസ് ഈക്വൽ ടു F ഇൻറ്റു C ആയിരിക്കണം അർത്ഥം. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്താൽ, വാട്ടർ തന്നെ എക്സാമ്പിൾ എടുത്താൽ കൂടുതൽ ക്ലിയർ ആവും. നോക്കാം. ഓക്കെ, ടേക്ക് വാട്ടർ ആസ് എക്സാമ്പിൾ. ഇപ്പൊ വാട്ടറിലുള്ള എലമെന്റ്സ് നമുക്കറിയാം. വാട്ടറിൽ വരുന്ന എലമെന്റ്സ് C2Z, സിഗ്മ വി XZ ആൻഡ് സിഗ്മ വി ഡാഷ് YZ. അപ്പൊ നമ്മള് C2Z ഇൻറ്റു സിഗ്മ വി XZ ഇൻറ്റു സിഗ്മ വി YZ is equal to എന്തായിരിക്കണം? C2Z ഇൻറ്റു സിഗ്മ വി XZ ഇൻറ്റു സിഗ്മ വി YZ ഇതായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ടർ മോളിക്യൂള് ഈ റൂൾ ഒബേ ചെയ്യുന്നോ നോക്കാം. അതിന് മുമ്പ് ഇത് 1 2 ആദ്യം ഇത് ചെയ്യുന്നു. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ സിഗ്മ വി XZ ഇൻറ്റു സിഗ്മ വി YZ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് ചെയ്തു നോക്കിയാൽ മതി. നമുക്ക് ആദ്യം നമുക്കത് ചെയ്തു നോക്കാം. എന്താണ് സിഗ്മ വി XZ ഇൻറ്റു സിഗ്മ വി YZ? അതിവിടെ ചെയ്തു നോക്കാം നമ്മള്. ഓക്കെ, സിഗ്മ വി XZ ഇൻറ്റു സിഗ്മ വി YZ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം സിഗ്മ വി YZ ചെയ്യാം, പിന്നെ സിഗ്മ വി XZ ചെയ്യാം. അപ്പൊ ചെയ്ത് നോക്കുക. സിഗ്മ വി
വൈ സെറ്റ് ഏതാ സിഗ്മ വൈ സെറ്റ് പ്ലെയിന്? ഈ പ്ലെയിൻ തന്നെയാണ്, മോളിക്കുലർ പ്ലെയിൻ. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോ 1 2 അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെന്ത് ചെയ്യാം? സിഗ്മ വി എന്ത് ചെയ്യാം? എക്സെറ്റ് ചെയ്യാം. എക്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ വി എക്സെറ്റ് പ്ലെയിൻ ഏതാ? ഈ പ്ലെയിനാണ് സിഗ്മ വി എക്സെറ്റ്. 1 and 2 എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ കിട്ടുന്ന കോൺഫിഗറേഷൻ എങ്ങനെ ഉണ്ടാവുക? ഇത് 2 ആവും, ഇത് 1 ആവും. ഇനി ഡയറക്റ്റ് ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? C2 സെറ്റ് ചെയ്താൽ മതി, അല്ലേ? ക്ലിയർ അല്ലേ? അതായത് C2 സെറ്റ് ചെയ്യുമ്പോൾ ഇതാണ് C2 സെറ്റ് ആക്സിസ്. 1 and 2 എക്സ്ചേഞ്ച് ചെയ്യും, ഇത് കിട്ടും. എന്ന് പറഞ്ഞാൽ സിഗ്മ വി വൈ സെഡ് ഇൻറ്റു സിഗ്മ വി എക്സെഡ്, സിഗ്മ വി വൈ സെഡ് ഇൻറ്റു സിഗ്മ വി എക്സെഡ് എന്ന് പറയുന്ന ഈ സാധനം എന്തിനു തുല്യ? C2 സെറ്റിന് തുല്യ. അപ്പൊ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യല? C2 സെറ്റ് ചെയ്യല. അപ്പൊ C2 സെറ്റ് ചെയ്ത് നോക്കാം. ഈനെ C2 സെറ്റ് ആക്സിസ് ഇതല്ലേ? അപ്പോ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 and 2 എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ നോക്കാം, 1 and 2 എക്സ്ചേഞ്ച് ചെയ്ത് 1 ആവും, ഇത് 2 ആവും. അപ്പൊ ആദ്യം ഇത് ചെയ്തു, ഇത് ചെയ്യണം C2 സെറ്റ്. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം? ഇതാ C2 സെറ്റ്, അഗൈൻ C2 സെറ്റ് ചെയ്യാം. ഡൂയിങ് അഗൈൻ C2 സെറ്റ്. അപ്പൊ ഇതാണ് ആക്സിസ്. പിന്നെ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1 and 2 പിന്നെ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇത് അഗൈൻ എന്തായി? ഇത് 2 ആയി, ഇത് 1 ആയി. ഇനി ഇതെന്തിനു തുല്യ? ഡയറക്റ്റ് ഇത് ചെയ്യാൻ എന്താ കിട്ടണ്ടേ? ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് 2ഉം 1ഉം ഇവിടെ എന്താണ്? സെയിം ആയിട്ടുള്ളത്. അപ്പൊ ഇതെന്തിനു തുല്യ? ദിസ് ഈസ് ഈക്വൽ ടു ഇ ആണ്, അല്ലെ? എന്ന് പറഞ്ഞാൽ C2 സെഡ് ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു സിഗ്മ വി വൈ സെഡ് ഇസ് ഈക്വൽ ടു ഇ ആണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് ഇത് ചെയ്ത് നോക്കാം. C2 സെഡ് ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് ചെയ്തിട്ട് സിഗ്മ വി വൈ സെഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഇതാണ് ചെയ്തത്. ഇത് ചെയ്തപ്പോൾ അതായത് C2 സെഡ് ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് ഇൻറ്റു സിഗ്മ വി വൈ, ദാറ്റ് ഇസ് എ ഇൻറ്റു ബി സി ചെയ്ത നമുക്ക് എന്താ കിട്ടിയത്? ഇ കിട്ടി. ഇനി നമ്മൾ ഇത് ചെയ്ത് നോക്കാം. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? സിഗ്മ വി വൈ സെഡ് ചെയ്യണം. റൈറ്റിലെ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം, ഹൈഡ്രജൻസ് 1 and 2. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സിഗ്മ വി വൈ സെഡ് ചെയ്യുന്നു. സിഗ്മ വി വൈ സെഡ് ഏതാ? സിഗ്മ വി വൈ സെഡ് പ്ലെയിന് ഈ മോളിക്കുലർ പ്ലെയിൻ. അപ്പൊ അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 and 2 മാറ്റം ഉണ്ടാവുമോ? ഇല്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ മോളിക്യൂൾ അതേപോലെ തന്നെ ഉണ്ടാവും, 1 and 2. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ പ്രോഡക്റ്റ് ചെയ്യണം. അതിന് ആദ്യം എന്തറിയണം? C2 സെഡ് ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് എന്താണെന്നറിയണം. അപ്പൊ അത് സൈഡ് ചെയ്ത് നോക്കാം നമ്മള്. ഓക്കെ, ഇറ്റ് ഈസ് 1 2. അപ്പൊ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ C2 സെഡ് ഇൻറ്റു സിഗ്മ വി എക്സ് സെഡ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സിഗ്മ വി എക്സ് സെഡ്. അപ്പൊ ചെയ്ത് നോക്കുക, സിഗ്മ വി എക്സ് സെഡ് ഏതാ പ്ലെയിന്? ഈ നടുക്കുള്ള പ്ലെയിന്. അപ്പൊ 1 and 2 എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരും, ഇത് 2 ആവും, ഇത് 1 ആവും. ഇനി എന്ത് ചെയ്യാ? ഇനി എന്ത് ചെയ്യേണ്ട? C2 സെറ്റ് അഗൈൻ ഡൂയിങ് C2 സെറ്റ്. C2 സെറ്റ് എന്ന് പറയുമ്പോൾ ഈ ആക്സിസ് ആണ്. 1 and 2 എന്ത് ചെയ്യും? പിന്നെ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദിസ് ഈസ് H അഗൈൻ 1 ഹിയർ 2 ഹിയർ. ഇതെന്തിനു തുല്യ? ഇത് സിഗ്മ വി വൈ സെഡിന് തുല്യാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എന്താണ്? ഇത് സിഗ്മ വി വൈ സെഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്തെന്താ ചെയ്യേണ്ടത്? ഈ പ്രോഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സിഗ്മ വി വൈ സെഡ് ചെയ്യണം. സിഗ്മ വി വൈ സെഡ് പ്ലെയിൻ ഏതാ? ഈ മോളിക്കുലർ പ്ലെയിൻ. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവും. H1 1 2. അപ്പൊ ആദ്യം എടുത്തത് 1 2, അവസാനം കിട്ടിയ 1 2 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വലൻ ടു എന്താണ്? ഇ എന്ന് പറഞ്ഞാൽ ഇതും ഇ ആണ്, അതേപോലെ ഇതും എന്താണ്? ഇ ആണ്. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? അസോസിയേറ്റീവ് റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഈ കേസിൽ മാത്രമല്ല, എല്ലാ കേസിലും അസോസിയേറ്റീവ് റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യും? ഒബേ ചെയ്യും. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് സെക്കൻഡ് റൂൾ. തേർഡ് റൂൾ ഈസ് ഐഡന്റിറ്റി റൂൾ. ഇത് വളരെ രസകരമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. അതായത് ഇൻ എവറി ഗ്രൂപ്പ് ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് വിച്ച് ക്യാൻ കമ്പൈൻ വിത്ത് ഓൾ അതർ എലമെന്റ്സ് ആൻഡ് ലീവ്സ് ദം അൺചേഞ്ച്ഡ്. എല്ലാ ഗ്രൂപ്പിലും എന്തുണ്ടാവണം?
there must be at least one element that can combine with all other element and leaves them unchanged. പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ഏത് എലമെന്റ് ആണോ, ഏത് എലമെന്റാ? ദാറ്റ് ഈസ് ഇ, ഐഡന്റിറ്റി എലമെന്റ്. അതായത് നമ്മൾ സാധാരണ എല്ലാ ഗ്രൂപ്പിലും വണ്ണിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. മാത്തമാറ്റിക്കൽ ഗ്രൂപ്പിൽ വൺ എന്താ ചെയ്യുക, എല്ലാവരുമായിട്ടും കമ്പൈൻ ചെയ്യും, എന്നിട്ട് അതിനെ ഒന്നും ചെയ്യില്ലല്ലോ, ലീവ്സ് ദം അൺചേഞ്ച്ഡ് ആണല്ലോ. അതേപോലെ നമ്മുടെ ഗ്രൂപ്പ് തിയറിയിൽ പോയിന്റ് ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണ് ഇത് ഇ. ഇ ക്യാൻ കമ്പൈൻ വിത്ത് എനി അതർ എലമെന്റ് ആൻഡ് ലീവ്സ് ദം അൺചേഞ്ച്ഡ്. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും എന്ത് വേണമെന്ന് അർത്ഥം, ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള ഇ ഉണ്ടാവണം. അതുണ്ടല്ലോ, എല്ലാ മോളിക്യൂൾസിനും എന്തുണ്ട്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇത് ഈ റൂൾ എന്തായാലും എന്ത് ചെയ്യും, ഒബേ ചെയ്യും. ദാറ്റ് ഇസ് എല്ലാ ഗ്രൂപ്പിലും ആരുണ്ടാവും, ഇ ഉണ്ടാവും. ഇന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ക്യാൻ കമ്പൈൻ വിത്ത് എനി അതർ. അതായത് ഇപ്പൊ ഈ കമ്പൈൻ വിത്ത് C2 എന്താ കിട്ടുക, C2 എന്നല്ലേ കിട്ടുക. ഈ കമ്പൈൻ വിത്ത് സിഗ്മ വി എന്താ കിട്ടുക, സിഗ്മ വി തന്നെയല്ലേ കിട്ടുക, അല്ലെ? അപ്പൊ ദർ മസ്റ്റ് ബി an element like E which can combine with any other element and leaves them unchanged. That is third rule. And the fourth rule is, or last rule is inverse rule. Inverse rule എന്ന് പറഞ്ഞാൽ each element as a reciprocal or inverse which is also an element in the group. അതായത് എല്ലാ എലമെന്റിനും ഒരു റെസിപ്രോക്കൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഉണ്ടാവും. ആ ഇൻവേഴ്സും ആ ഗ്രൂപ്പിലെ എന്തായിരിക്കണം, ഒരു മെമ്പർ ആയിരിക്കണം. എന്താണ് ഇൻവേഴ്സ് പറഞ്ഞാൽ എന്താ? ഓക്കെ, വാട്ട് ഈസ് ഇൻവേഴ്സ് ഓഫ് എൻ ഓപ്പറേഷൻ? ഇൻവേഴ്സ് പറഞ്ഞാൽ ഫോർ എവറി ഓപ്പറേഷൻ ദർ വിൽ ബി അനദർ ഓപ്പറേഷൻ which will completely undo what the first operation does to the molecule. Then the second operation is called the inverse of the first operation. അതായത് ഏതൊരു ഓപ്പറേഷനും there will be another operation that will completely undo what the first operation does. ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തതിന്റെ നേരെ ഇൻവേർട്ട് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടാവും. ആ ഓപ്പറേഷനെ ആദ്യത്തിന്റെ എന്ത് വിളിക്കും, ഇൻവേഴ്സ് വിളിക്കും. In other words, for any operation A, there exists another operation X such that X into A is equal to E. X ചെയ്തതൊക്കെ അല്ലെങ്കിൽ A ചെയ്തതൊക്കെ X അൺഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, E ആ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു AX ആയിരിക്കും. അതായത് ഇൻവേഴ്സ് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവാ. ഒരു ഓപ്പറേഷന്റെ ഇൻവേഴ്സ് ഓൾവേസ് കമ്മ്യൂട്ട് ഈച്ച് അതർ, അല്ലെ? അപ്പൊ X into A is equal to E, that is equal to AX എന്ന് പറഞ്ഞാൽ ആക്ച്വലി X is A inverse ആണ്. A inverse ആണ് ഇത് X. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, X inverse ആണ് A എന്നും പറയാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയിരിക്കും. ഒന്നിന്റെ ഇൻവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയിരിക്കും. എയുടെ ഇൻവേഴ്സ് ആണ് X എങ്കിൽ Xന്റെ ഇൻവേഴ്സ് ആയിരിക്കും A. ക്ലിയർ അല്ലേ? ദിസ് മീൻസ് ദാറ്റ് ഓപ്പറേഷൻ A is performed first, followed by operation X. Then X returns all the atoms of the molecule back to its original position. അതായത് ആദ്യം A ചെയ്തപ്പോൾ ഉണ്ടായ ചേഞ്ചിനൊക്കെ X എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും, ഓർ ബാക്ക് ടു ഒറിജിനൽ പൊസിഷനിൽ കൊണ്ടുവരും. ദാറ്റ് ഈസ് X is equal to A inverse. അതുകൊണ്ട് we can write A inverse A is equal to A into A inverse is equal to E എന്ന് എഴുതാം. പ്രധാനപ്പെട്ട പോയിന്റ്, that is an operation and its inverse always commute. ഒരു ഓപ്പറേഷനും അതിന് ഇൻവേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, കമ്മ്യൂട്ട് ചെയ്യും. പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ്, ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഓപ്പറേഷൻ ഈസ് സിഗ്മ ഇറ്റ് സെൽഫ്. ഒരു സിഗ്മ ഓപ്പറേഷന്റെ ഇൻവേഴ്സ് എപ്പോഴും എന്തായിരിക്കും, സിഗ്മ തന്നെ ആയിരിക്കും. കാരണം സിഗ്മ ഇൻറ്റു സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വാട്ടർ എക്സാമ്പിൾ ആയിട്ട് എടുത്തോ, ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ വാട്ടർ ഇത് H1 H2. അപ്പൊ ഞാൻ ആദ്യം ഒരു സിഗ്മ ഓപ്പറേഷൻ ചെയ്യുന്നു, സിഗ്മ വി. ഇതാണ് സിഗ്മ വി പ്ലെയിൻ. അപ്പൊ എന്താ സംഭവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 and 2 എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ഇത് 2 ആവും, ഇത് 1 ആവും. ഞാൻ പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു സിഗ്മ കൂടി ചെയ്താലോ, ഒരു സിഗ്മ വി കൂടി ചെയ്താൽ ഈ പ്ലെയിന് റിഫ്ലക്ട് ചെയ്യുന്നു. പിന്നെയും 1 and 2 എന്ത് ചെയ്യും, അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക, ഇതിനല്ലേ കിട്ടുക. എന്ന് പറഞ്ഞാൽ സിഗ്മ ചെയ്തതിനെ ഇൻവേർട്ട് ചെയ്യാൻ എന്തിനു ചെയ്താൽ മതി, ഒരു സിഗ്മയോട് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ ഓപ്പറേഷന്റെ ഇൻവേഴ്സ് ആരെന്റെയാന്ന് അർത്ഥം, സിഗ്മ തന്നെയാന്ന് അർത്ഥം. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ ഇറ്റ്സെൽഫ്. അതേപോലെ തന്നെയാണ് ഇൻവേർഷൻ സെന്റർ ഓഫ് സിമെട്രി ഐയുടെ കേസിലും. ഐയുടെ കേസിൽ ഐ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ഇറ്റ്സ് ഓൺ.
അതിന്റെ തന്നെ ഇൻവേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഐ ഇൻറ്റു ഐ, ദാറ്റ് ഈസ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ ആയിരിക്കും. ഇൻവേഴ്സ് ഓഫ് സെന്റർ ഓഫ് സിമെട്രി ഓർ ഇൻവേർഷൻ സെന്റർ ഈസ് ഐ ഇറ്റ് സെൽഫ്. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പോ നമ്മുടെ 1,2-ഡൈക്ലോറോഎത്തീൻ, ഇത് ക്ലോറിൻ, ഇത് ഹൈഡ്രജൻ. 1,2-ഡൈക്ലോറോഎത്തീൻ ട്രാൻസ് 1,2-ഡൈക്ലോറോഎത്തീൻ. ഇതിന് സെന്റർ ഓഫ് സിമെട്രി ഉണ്ടല്ലോ അല്ലെ? ഈ സെന്ററിൽ ഈ ഹൈഡ്രജന് ഇൻവേർട്ട് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ കിട്ടും, ഈ Cl ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ Cl കിട്ടും അല്ലെ? ഇനി പിന്നെ ഒരു ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഒരു ഐ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ Cl ആദ്യം ഒരു ഐ ചെയ്താൽ, ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം ഒരു ഐ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ Cl ഞാൻ ഇതിനെ Cl1, ഇത് Cl2 എന്ന് മാർക്ക് ചെയ്യാം, ഇത് ഹൈഡ്രജൻ 1, ഇത് ഹൈഡ്രജൻ 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ആദ്യം ഒരു ഐ ചെയ്താൽ എന്താ കിട്ടുക വെച്ചാൽ Cl, this is Cl, H, H. ഓക്കെ, അപ്പൊ 1 2 എക്സ്ചേഞ്ച് ചെയ്യും. ഇൻവേർട്ട് ചെയ്യുമ്പോൾ ഇതെന്താവും? ഇത് 2 ആവും, ഇത് 1 ആവും. അതേപോലെ H ഇതെന്താവും? ഇത് 2 ആവും, ഇത് 1 ആവും. ഇനി പിന്നെയും ഒരു ഐ കൂടി ചെയ്താലോ? അഗൈൻ ഡൂയിങ് ഐ. അപ്പൊ എന്താ കിട്ടുക? അപ്പൊ ഇങ്ങനെ വരും. സോറി, ദിസ് ഈസ് HCl. അപ്പോ പിന്നെയും ഇവിടെയുള്ള ഈ 1 ഇവിടത്തേക്ക് തന്നെ വരും. 1 വരും, ഇത് 2 ആവും, ഇത് 1 ആവും, ഇത് 2 ആവും എന്ന് പറഞ്ഞാൽ ഇതന്നെ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം ഐ ചെയ്തപ്പോ നമ്മുടെ ആദ്യം ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഐന്റെ ഇൻവേഴ്സ് ആരെന്നെയാ? ഐ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇൻവേഴ്സ് ഓഫ് എ CNM ഓപ്പറേഷൻ, ഒരു പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസിന്റെ ഇൻവേഴ്സ് ഓഫ് എ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് CNMന്റെ ഇൻവേഴ്സ് ഓഫ് CNM is equal to CN, ഇവിടെ എഴുതാം, CNn-m ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ C3ന്റെ ഇൻവേഴ്സ് എടുക്കാം. C31ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് C3 3 - 1 അത് C32 ആയിരിക്കും. നോക്കിക്കോ, ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇപ്പൊ BF3, നമുക്കിതിനെ 1 2 3 എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം C3 ചെയ്യുന്നു. ഇതാണ് C3 ആക്സിസ്. ഈ 1 ഇവിടെ വരും, ഈ 3 ഇവിടെ വരും, ഈ 2 ഇവിടെ വരും. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പോ കിട്ടുന്ന കോൺഫർമേഷൻ ഇങ്ങനെ ഉണ്ടാവും. ഇത് 1 ആയി, ഇത് 3 ആയി, ഇത് 2 ആയി. ഇനി ഇതിനെ തിരിച്ച് ഇതിനെ കൊണ്ടുവരാൻ എന്ത് ചെയ്താൽ മതി? ആലോചിച്ച് നോക്കുക, എന്താ ചെയ്യേണ്ടത്? 1 ഇങ്ങോട്ടേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയ 1, നേരത്തെ ഇവിടെ ആയിരുന്നു 1 ഉള്ളത്, അത് ഇവിടെ എത്തി. തിരിച്ച് ഇവിടെ എത്തണമെങ്കിൽ എത്ര തവണ C3 ചെയ്യണം? ഒരു C3 ചെയ്താൽ ഇവിടെ എത്തും, ഒരു C3 ചെയ്ത് ഇത് ഇവിടെ എത്തി. അപ്പൊ 1 അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തും. 3 ഇവിടെ എത്തണം, ഈ 3 ഇവിടെ എത്തണം, ഇവിടത്തേക്ക് എത്തണം. അപ്പൊ ഒരു C3 ഇവിടെ എത്തും, രണ്ടാമത് C3 ഇവിടെ എത്തും. അതേപോലെ 2 എവിടെ എത്തണം? ഇവിടെ എത്തണം. അതിനെന്ത് ചെയ്യണം? C3-2 ചെയ്താൽ മതി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ C3-1 ചെയ്തതിനെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? C3-2 ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ C3-1ന്റെ ഇൻവേഴ്സ് ആണ് ഇത് C3-2. എന്ന് പറഞ്ഞാൽ ജനറലി CNM-ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് CNn-m ആയിരിക്കും. ക്ലിയർ അല്ലേ? അതേപോലെ ഇൻവേഴ്സ് ഓഫ് എൻ SNM ആക്സിസ്, ഞാനത് ഡയറക്റ്റ് പറയാം. SN-ന്റെ ഇൻവേഴ്സ് n is equal to even ആണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് SNM when n is equal to even, SNn-m ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ S4 ആണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് S4 എന്ന് പറയുന്നത് S4 4 - 1 S4 3 ആയിരിക്കും. S6 ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് S6 5 ആയിരിക്കും, ഇൻവേഴ്സ് ഓഫ് S6. ഇനി n is equal to odd ആണെങ്കിൽ SNM-ന്റെ ഇൻവേഴ്സ് SN2n - m ആയിരിക്കും. ദാറ്റ് ഈസ് S5-ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ വരിക? S5 2n - m. ഓക്കെ, അപ്പോ m ഇവിടെ 1 ആണല്ലോ,
അപ്പോൾ ഇറ്റ് ഈസ് 9. S5 9 ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് എ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് റൂൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെന്റിന്റെ ഇൻവേഴ്സ് ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് തന്നെ ആയിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് വാട്ടർ മോളിക്യൂൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. വാട്ടർ മോളിക്യൂൾസിന്റെ എലമെന്റ്സ് ഏതൊക്കെയാ? ഇ ഉണ്ട്, C2 ഉണ്ട്, സിഗ്മ വി ഉണ്ട്, സിഗ്മ വി ഡാഷ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോന്നിന്റെ ഇൻവേഴ്സ് നോക്കിക്കോ. ഇൻവേഴ്സ് ഓഫ് ഇ എന്തെന്നെയാ? ഇ തന്നെയാ, അതിവിടെ ഉണ്ട്. ഇൻവേഴ്സ് ഓഫ് C2ന്റെ ഇൻവേഴ്സ് അല്ലെ, ഇൻവേഴ്സ് ഓഫ് C2 ആരെന്നെയാ? C2ന്റെ ഇൻവേഴ്സ് C2 തന്നെ ആയിരിക്കും. CN(Nm)ന്റെ ഇൻവേഴ്സ് CN(n-m) അല്ലേ. അപ്പൊ C2 1 ആണ്. അപ്പൊ C2 2 - 1 അഗൈൻ C2 1. അപ്പൊ C2ന്റെ ഇൻവേഴ്സ് ആരെന്നെയാ? C2 തന്നെയാ, അതിവിടെ തന്നെ ഉണ്ട്. ഇൻവേഴ്സ് ഓഫ് സിഗ്മ വി ആരെന്നെയാ? സിഗ്മ വി തന്നെയാ, അതിവിടെ തന്നെ ഉണ്ട്. സിഗ്മ വി ഡാഷിന്റെ ഇൻവേഴ്സ് ആരെന്നെയാ? സിഗ്മ വി ഡാഷ് തന്നെയാ, അതിവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിന്റെ ഇൻവേഴ്സ് ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും എന്നർത്ഥം. ദാറ്റ് ഈസ് ഇൻവേഴ്സ് റൂൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പോയിന്റ് ഗ്രൂപ്പ്സിന്റെ ഒബേ ചെയ്യേണ്ട റൂള്. അപ്പോൾ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സ് ഈ 4 റൂൾ ഒബേ ചെയ്യണം. എന്താണ്? ഒന്നാമത്തെ ക്ലോഷർ റൂൾ. എന്താ ക്ലോഷർ റൂൾ പറയുന്നത്? ഏത് 2 എലമെന്റിന്റെയും അല്ലെ കോമ്പിനേഷനും അതുപോലെ ഓരോന്നിന്റെയും സ്ക്വയറും ആ ഗ്രൂപ്പിലെ തന്നെ ഒരു എലമെന്റ് ആയിരിക്കണം. ഇപ്പൊ A, B 2 എലമെന്റ് ആണെങ്കിൽ AB = C ആണെങ്കിൽ C ആ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കണം. ഇനി AB = D ആണെങ്കിൽ ഡിയും ആ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കണം. ഇനി AB = C, BA = D ആണെങ്കിൽ ഓക്കെ, BA = D ആണെങ്കിൽ നമ്മൾ പറയും നോൺ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. അപ്പൊ ഡിയും ആ ഗ്രൂപ്പിൽ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, ഇനി AB = C യും BA = C യും ആണെങ്കിൽ ആ എലമെന്റ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എല്ലാ എലമെന്റ്സും കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? അബിലിയൻ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. അതേപോലെ ഓരോന്നിന്റെയും സ്ക്വയറും ആ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കണം. ഇപ്പൊ A² F ആണെങ്കിൽ F ആ ഗ്രൂപ്പിൽ എലമെന്റ് ആയിരിക്കണം. B² G ആണെങ്കിൽ Gയും ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ അസോസിയേറ്റീവ് റൂൾ. എന്താ അസോസിയേറ്റീവ് റൂൾ പറഞ്ഞാൽ A × BC = AB × C ആയിരിക്കണം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഐഡന്റിറ്റി റൂള്. എല്ലാ ഗ്രൂപ്പിലും E എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടായിരിക്കണം. നാലാമത്തെ ഇൻവേഴ്സ് റൂള്. ഓരോന്നിന്റെ ഇൻവേഴ്സും ആ ഗ്രൂപ്പിലെ തന്നെ ഒരു എലമെന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോലെ ഇത്രയേ ഉള്ളൂ. ഒരു മോളിക്യൂളിന്റെ എല്ലാ സിമെട്രി എലമെന്റ്സും അല്ലെ എന്താണ്? ഫോംസ് എ ഗ്രൂപ്പ്. ഇറ്റ് ക്യാരക്ടറൈസസ് ദാറ്റ് മോളിക്യൂൾ. ആ മോളിക്യൂളിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നു. അപ്പൊ അതേപോലത്തെ സിമെട്രി എലമെന്റ്സ് ഉള്ള കുറെ മോളിക്യൂൾസ് ഉണ്ടാവും. ഇപ്പൊ വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ ഈ C2 സിഗ്മ വി ഡാഷ് 4 സിമെട്രി എലമെന്റ്സ് ഉള്ളത്. ഇതേ സിമെട്രി എലമെന്റ്സിന്റെ വരുന്ന കുറെ മോളിക്യൂൾസ് ഉണ്ട്. H2S ഉണ്ട്, 1,2-ഡൈക്ലോറോബെൻസീൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറെ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂളൊക്കെ ഒരു കാറ്റഗറിയാണ്. സിമെട്രിയുടെ ബേസിൽ ദേ ഫോംസ് എ കാറ്റഗറി, ദേ ഫോംസ് എ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെ C2V പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള പോയിന്റ് ഗ്രൂപ്പുകളാക്കി, സിമെട്രി ഗ്രൂപ്പുകളാക്കി നമുക്ക് മോളിക്യൂളിനെ ക്ലാസിഫൈ ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് മോളിക്യൂളിനെ സ്റ്റഡി ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ മാത്തമെറ്റിക്കൽ ആയിട്ട് നമ്മൾ സിമെട്രിയെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ചില ആപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് അതിന്റെ ബോണ്ടിങ്, അതിന്റെ സ്പെക്ട്രോസ്കോപ്പി, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ PG ക്ലാസ്സിലെ പഠിക്കുള്ളൂ. ഇപ്പൊ അതിന്റെ ബേസിക് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ ടെക്സ്റ്റ് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.